ഒത്തുതീർപ്പ് ശ്രമം അംഗീകരിക്കില്ല എന്നാണ് പക്ഷേ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗം അബ്ദുൽ ഫത്താഹ് മഹദി പറയുന്നത്. വധശിക്ഷ മാറ്റിവെച്ചത് ദൗർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി. തൗഫീഖ്, കുടുംബം അഡമന്റായി നിൽക്കുന്നുവെന്നാണോ? ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഒത്തുതീർപ്പിലേക്ക് തങ്ങളില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ തലാലിന്റെ സഹോദരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എമിനൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രതികരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇനി ചർച്ച എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തങ്ങൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയല്ല, പകരം ആ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയാണ് തങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ തലാലിന്റെ സഹോദരൻ പറയുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. നിരവധി വ്യാജ വാർത്തകൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് അടക്കം തലാലിന്റെ കയ്യിലായിരുന്നു എന്നുള്ള വാർത്തകളെല്ലാം വ്യാജമാണ് എന്നുകൂടി അദ്ദേഹം BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള പ്രതികരണവും മറുഭാഗത്ത് ചർച്ചയും നടക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അവസാനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരാശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരമായിട്ടുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നതാണ് അത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമായി നിലനിൽക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ജയിൽ അധികൃതരുമായിട്ട് ഉള്ള ബന്ധം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അവരുമായി ഇപ്പോഴും ഈ കേസിന്റെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. പരിമിതികൾ കേന്ദ്ര സർക്കാരിനുണ്ട്, എന്നിരുന്നാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് വിദേശകാര്യ മന്ത്രാലയം ഉടൻ തയ്യാറാകില്ല എന്നുകൂടി വിദേശകാര്യ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് ഈ കേസ് നോക്കുന്നുണ്ട്, ഇത് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണെങ്കിൽ അക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇടപെടുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തലാലിന്റെ കുടുംബം, ഈ സഹോദരൻ ഇപ്പോൾ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയതുകൂടി വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചർച്ചകളിലൂടെ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്.